ഞങ്ങളുടെ നല്ലൊരു ഖുർആനുണ്ട് കേട്ടോ, ഉണ്ടെങ്കിൽ കയ്യിലിരിക്കട്ടെ ഹമക്ക എന്ന് പറയും. നല്ല ഖുർആനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുകയല്ലാതെ ആ ഖുർആനനുസരിച്ച് അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാ എടാ ഇവന്മാരാരടാ, നിങ്ങളേതാണ്, നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങളുടെ നിയമഗ്രന്ഥം ഏതാണ്, അപ്പോഴാണ് അന്വേഷിക്കുന്നു. മാലിക് ദീനാർ 40 ആളും ധർമ്മടം കടവിൽ വന്ന് താമസിച്ചു, 12 ആളും. അവിടെ താമസിച്ചപ്പോൾ അറക്കൽ രാജകുടുംബത്തിൻ്റെ അടുത്താ അറക്കൽ ഈ പറഞ്ഞ ധർമ്മടങ്ങൾ. മാസത്തോളം അവരോട് താമസിച്ചു. രാജകുടുംബം വീക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാം കൊണ്ടും പരിശുദ്ധരായ ഒരു സമൂഹമാണെന്നവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ അറക്കൽ രാജാവും പരിവാരങ്ങളോടുകൂടി ഇവരെ കാണാൻ വരികയാണ്. കൊണ്ടുവന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് കാഴ്ച 12 കരിക്കുള്ള ഒരു ചുവന്ന കരിക്കും കുലയായിരുന്നു. ഇത് കൊണ്ടുവന്ന് പേർഷ്യൻ ഭാഷ സംസാരിക്കാൻ രാജാവിനും മാലിക് ദീനാർക്കും അറിയാമായിരുന്നു. അവിടെ കൊണ്ടുവച്ച് അപ്പോൾ ആദ്യമായിട്ട് കാഴ്ചയായിട്ട് കൊണ്ടുവച്ചു. രാജാവ് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാം, കരിക്ക് കൊണ്ടു തന്ന വയലിത്തറ മൗലവിടെ കരിക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? കിട്ടണം, വെട്ടണം, തട്ടണം എന്നല്ല വല്ലോ ആലോചിക്കുന്നുണ്ട് അല്ലേ? ആദ്യം ചോദിച്ചു മാലിക് ദീനാർ, ഇതാരുള്ള, നിൻ്റെ വകയാണോ അല്ല മറ്റാരുടേതെങ്കിലുമാണ്? അതെൻ്റെ വകയാണ്. നിൻ്റെ വകയാണെങ്കിൽ നീ ഞങ്ങൾക്ക് തരുന്നത് വിലയ്ക്കാണോ വെറുതെയാണോ എന്ന് ചോദിച്ചു. അല്ല വേണ്ടത് നമുക്ക് തരം വരാൻ പാടില്ല. വെട്ടി കുടിച്ച ചോമ്പ് അത് എടുത്ത് ഉപയോഗിച്ച ചോമ്പ് വലിയ ചാർജ് ചോദിച്ചെങ്കിൽ നമ്മുടെ അമ്പ് ഉരിപ്പോവും. അതുകൊണ്ട് ഇത് വെറുതെയാണോ വിലയ്ക്കാണോ? വെറുതെയാണ്. ഒരു പരിചയവുമില്ലാത്ത ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭാവന തരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വികാരമെന്ത്? അപ്പോഴാണ് രാജാവ് പറഞ്ഞു, ഞങ്ങൾ ഇത്ര നാളുകൊണ്ട് നിങ്ങളെ വീക്ഷിച്ചു. ഇത്രയും പരിശുദ്ധമായ ഒരു സമൂഹം, നിങ്ങളുടെ അച്ചടക്കം, നിങ്ങളുടെ ശുചീകരണം, നിങ്ങളുടെ പെരുമാറ്റ മര്യാദ, നിങ്ങളുടെ അനുസരണ സ്വഭാവം, ഇത് മുഴുവൻ ഞങ്ങൾ പഠിച്ചപ്പോൾ ഒരു ഉത്തമ സമൂഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങനത്തെ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായൊരു കുടിനീര് തരാൻ ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് സ്വീകരിക്കണം. അപ്പോഴാണ് മാലിക് ദീനാർ പറഞ്ഞത്, എന്നാൽ ഞങ്ങളെ നിങ്ങൾക്ക് അറിയാമോ, ഞങ്ങൾ തീവട്ടിക്കൊള്ളക്കാരുടെ തലവന്മാരായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടാക്കിത്തന്ന ഒരു അമൂല്യമായൊരു തത്വം ഞങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് തരട്ടെ. അതിനാണ് വന്നത്. ഷഹാദത്തേരി അറക്കൽ രാജകുടുംബം ഇസ്ലാമായതിൻ്റെ ചരിത്രം അതാ. അല്ല ഞങ്ങളുടെ ഒരു നല്ല ഖുർആനുണ്ട് എന്ന് പറഞ്ഞാണ്, എന്നിട്ടില്ല ഖുർആനുണ്ട് എൻ്റെ കയ്യിരിക്കട്ടെന്ന് പറയും. ആ ഖുർആനനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും. അതിന് നമുക്ക് കഴിയുമോ? കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു. തൻ്റെ റസൂലുള്ളാഹിയുടെ വീട്ടിൽ തൊട്ടടുത്തൊരു യഹൂദിയാണ്, അവിടെ ഉണ്ടല്ലോ ഈ സാധനം. അവരെന്ത് ചെയ്യും? രാവിലെ ഭക്ഷണമെല്ലാം സകല ഈ വേസ്റ്റും കൂടെ നബിയുടെ അതിർത്തിക്കുള്ളിലോട്ടിട്ടേക്കും, തങ്ങളുടെ മിച്ചത്തോട്. ബീവിമാർ കിടന്ന് വഴക്കൊണ്ടാക്കി, ഇതെന്ത് മര്യാദ, ഇത് ന്യായമാണോ എന്നൊക്കെ ചോദിക്കും. സാരമില്ല, അങ്ങെടുത്ത് മാറ്റിയായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടുകാരനുണ്ട്, ഈ യഹൂദി, അവൻ എന്തോ പറയാൻ വേണ്ടി നബിയുടെ അടുത്ത് വന്നു. ഇവർ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ അഴുക്കെല്ലാം കൂടെ വന്ന് അങ്ങോട്ട് മിറ്റത്തോട്ട് വീണു. ഉടനെ അയാൾ ചോദിച്ചു, എന്തോ ആയിരുന്നു? അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നതാണെന്ന് പറഞ്ഞു. എന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നതാ. അപ്പോൾ ചോദിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത്? ഞങ്ങളെടുത്തങ്ങ് മാറ്റും. ഷഹാദത്ത് അലി ഇസ്ലാമിൻ്റെ അംഗമായി തീർന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നബിയോട് എന്താണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്, അതനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചു നബിയും തൻ്റെ സഹാബാക്കളും. അങ്ങനെ ഒരു ഉത്തമ സമൂഹമായി തീർന്നു. ആ സമൂഹമാണ് വെറും 23, 10, 33, 10, 43, 50 കൊല്ലത്തിനുള്ളിൽ വേൾഡ് അവർ കരസ്ഥമാക്കികളാണ്. യുദ്ധം ചെയ്ത ആളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സൂചി കൊണ്ട് ഒരാളിൻ്റെ മേത്ത് കുത്തിയിട്ടല്ലത്. എതിർത്ത് യുദ്ധം ചെയ്യുന്നവരോടല്ലാതെ. അതെത്ര യുദ്ധം? 2, 3 ഖന്തഖ്, ബദർ, ഹുനൈൻ, ഉഹദ് 2, 3 ഉള്ളൂ. ബാക്കി രാജ്യം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്ന് യുദ്ധം ചെയ്ത സഅദ് ഇബ്നു അബീ ഖാസ് പേർഷ്യയുടെ തലസ്ഥാനത്തേക്ക് കടക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയായ റസ്തമിനൊരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിൽ പറഞ്ഞ മറ്റൊന്നുമല്ല, റസ്തം, ഞാനങ്ങോട്ട് വരികയാണ്, നമ്മൾ യോജിച്ചു പോകുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല കുറച്ച് സൈന്യങ്ങളുമുണ്ട്. അവരുടെ സ്ഥിതി അറിയണമോ? താങ്കളും താങ്കളുടെ സൈന്യവും മദ്യത്തെയും പെണ്ണിനെയും എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ കൂടുതൽ മരണത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ കൂടെ. നിങ്ങൾ നിങ്ങളുടെ സൈന്യവും മദ്യത്തെയും സ്ത്രീകളെയും എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ കൂടുതൽ മരണത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ റസ്തം ആലോചിച്ചില്ല, അപ്പോഴേ വയോത്ത് ചെയ്ത് സഅദ് ഇബ്നു അബീ ഖാസിമിന് എന്തോ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ
ഇന്ത്യ ഉൾപ്പെടെ ഇസ്ലാം വിച്ച് ഹാഡ് മെയ്ഡ് എ സ്ട്രോങ് ഇംപ്രഷൻ ഓൺ ദ വേൾഡ് കെയിം ടു ഇന്ത്യ ഇൻ ദി ഏർലി ഡേയ്സ്. ലോകം മുഴുവനും സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് വന്നു. 5, 10, 15 പേര് അവിടെ ഇവിടെ കേട്ടോ അല്ലേ വന്നത്. എന്നിട്ട് രാജ്യം ഇഞ്ഞ് പിടിച്ചെടുത്തില്ലേ? എങ്ങനെ പിടിച്ചെടുക്കാൻ ഒക്കുവോ? ലോകം മുഴുവനും സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം ഏതോ ആ ഇസ്ലാം ഇന്ത്യയിലേക്ക് നേരത്തെ തന്നെ വന്നു. എന്തുകൊണ്ടുവന്ന്? ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് പീസ്, സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവും കൊണ്ടുവന്നു.